എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണുകളിലെ കൈയുടെ പോസുകളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസമല്ല, പക്ഷേ ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ കൈയുടെ പൊസിഷനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അത് ഓരോ ക്യാരക്ടറിൻ്റെയും അന്നേരത്തെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഈ കൈയുടെ പോസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരച്ചതിൻ്റെ പല പോസിലുള്ള ഈ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കുവാണ്. നമ്മൾ എല്ലാ പോസിനും ഒരേ രീതിയിലുള്ള ഇങ്ങനെ കൈ വരച്ച് ആക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് കൈ ഇങ്ങനെ ഒരേ രീതിയിൽ വരച്ച് വെക്കുന്ന ഒരു മോശമാണ്. അപ്പം അതാത് സമയത്ത് ആ ക്യാരക്ടറിൻ്റെ പോസ് അനുസരിച്ചാണ് നമ്മൾ ഈ കൈകൾ വരയ്ക്കേണ്ടത്. അപ്പം കൈയും കാലും വരയ്ക്കുന്നതിനകത്ത് നമ്മുടെ ഈ മലയാളി കാർട്ടൂണിസ്റ്റുകൾ പൊതുവെ വിമുഖരാണ്. അതായത് വിമുഖരെന്ന് വെച്ചാൽ അവരത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഒരു കാർട്ടൂൺ വരച്ചിട്ട് അതിന് ആക്ഷൻ ആവശ്യമുണ്ടെന്ന് കരുതി എന്തെങ്കിലും ഒരു ചവിട്ട് നാടകത്തിൻ്റെ പോസ് വരച്ചിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, ഒരു ക്യാരക്ടർ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അവൻ്റെ ചേഷ്ടകൾ, അവൻ്റെ കൈ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഈ കൈയൊക്കെ വരയ്ക്കാൻ. ഇത് ഞാൻ വരച്ച ചില കൈകളിങ്ങനെ എടുത്ത് കാണിക്കുവാണ്. ചില സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും ആക്ഷൻ ഇങ്ങനെ കണ്ടമാനം വേണമെന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കൈ പുറകെ കെട്ടിയിട്ടും നമ്മൾ നിൽക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഭയങ്കര ദേഷ്യമോ അല്ലെങ്കിൽ ഭയങ്കര കലിയൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു കൂടുതൽ എക്സ്ട്രാ ഈ എക്സാജറേഷൻ ചെയ്യാം, ആക്ഷൻ കാണിക്കാം. നമ്മളെ ചുറ്റുപാടും കാണുന്ന ആളുകൾ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ കൈവെക്കുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം, എന്നൊക്കെ നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് വേണം ഈ കാർട്ടൂൺ വരയ്ക്കാൻ. കണ്ടോ, ഇയാളുടെ എല്ലാം കൈ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ റിയലിസ്റ്റിക് ഒരു ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മളൊന്ന്, അതായത് നമ്മളൊരെണ്ണം വരയ്ക്കുന്നതിന് മുമ്പ് ഒരു പോസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പോസ് നമ്മുടെ മനസ്സിലൊരു ആക്ടിങ് നടത്തണം. നമ്മുടെ മനസ്സിലൊരു ഇതെങ്ങനെ ഇരിക്കും, എങ്ങനെ നിൽക്കും, എൻ്റെ കൈ എങ്ങനെ വേണം, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നിൽക്കും, നമ്മുടെ കൈ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ചിന്തിക്കണം. ഇത് ആളുകൾ തറ ചവിട്ടി നിൽക്കുന്നുണ്ടോ, ശരിക്കും മറ്റേ പെർസ്പെക്റ്റീവിൽ കാല് തറ ചവിട്ടി നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നണം. ഇതുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഈ അരഭിത്തിയിൽ ഇങ്ങനെ ആളുകൾ കയറിയിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊരാളിരിക്കുന്നു, താഴത്തെ വരാന്തയിൽ ഒരാൾ ഇരിക്കുന്നു, എന്നിട്ട് സംസാരിക്കുവാണ്. ഇത് നോക്കി, ആ ഇൻസ്പെക്ടർ സാധാരണഗതിയിൽ കസേരയിലിരിക്കുന്നു. അയാൾ മറ്റേ രണ്ട് കൈയും തൊഴുതുകയല്ല, എന്നാലും അവർക്ക് കുറ്റവാളികൾക്കൊന്നും ഇപ്പോൾ പോലീസിനെ വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ആ രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. മറ്റേ ആൾ ജയിലിൻ്റെ അഴിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ ഒരു 3 കഥാപാത്രം ഉണ്ടെങ്കിൽ 3ഉം ഒരേപോലെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഭംഗിയുള്ളത്? ഇത് കണ്ടോ, ഈ 2 പാത്രം കയ്യിരിക്കുന്നു, അയാൾ നിൽക്കുന്നതും അയാളുടെ കുനിഞ്ഞുള്ള നിൽപ്പും എല്ലാം റിയലിസ്റ്റിക് അല്ലേ? നമ്മൾ ഇല്ലാത്ത ഒരു പോസ് ഉണ്ടാക്കേണ്ട കാര്യം, നമുക്ക് ആ രീതിയിൽ നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മുടെ ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വികാരമാണ് അതിനകത്ത്. ഓരോ നമ്മുടെ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്, നമ്മുടെ വികാരം അനുസരിച്ചാണ് നമ്മുടെ കൈയും കാലുകളും ഒക്കെ ചലിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാന പത്രത്തിൽ ഈയിടെ ഒരു കാർട്ടൂൺ ഉണ്ട്. അത് ഭയങ്കര
അനാട്ടമിയൊക്കെ വികൃതമായിട്ടൊരു കേരളത്തിലെ നമ്പർ 1 പത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുപാട് പേര് അതിനകത്ത് വരുന്നതെന്ന് ആശ്രയിക്കും. അതിന് മറ്റേ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ വരയ്ക്ക് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ചിലപ്പം അത് കണ്ടുകൊണ്ട് വരയ്ക്കും, അതൊരു പാഠപുസ്തകമാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം മറ്റേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ മറ്റേ ഇത് ഈ പോസ്റ്റ് ശരിയല്ല, ഇതിൻ്റെ അനാട്ടമി തെറ്റാണ് എന്നും പറഞ്ഞിട്ട്. സാധാരണ ഒരു ചെറുകിട പത്രങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പാരമ്പര്യമുള്ളൊരു പത്രം ഇതേ രീതിയിൽ മോശപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, ഡ്രോയിങ് ചെയ്യുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ അവർ ചിലപ്പോൾ അറിയാൻ മേലാത്ത കുട്ടികൾ ചിലപ്പോൾ അത് കണ്ട് അനുകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഈ വര അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ കാർട്ടൂണിനകത്ത് ഇത്ര വലിയ അനാട്ടമിയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ശരിയാണ്, കാർട്ടൂണിനകത്ത് വലുതായിട്ട് അനാട്ടമിയൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും ഒരു ഭംഗി വേണം, നമ്മൾ കാണുന്നതിനൊരു ഭംഗി വേണം, നമ്മളെ കണ്ണിൽ കുത്തരുത്. ചില കാർട്ടൂണുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ കുത്തും. എന്നുവെച്ചാൽ അത് കണക്കത്തെ മറ്റേ ഇപ്പോൾ എല്ലാം തെറ്റ്, ഈ പെർസ്പെക്റ്റീവ് തെറ്റ്, മറ്റേ അനാട്ടമി തെറ്റ്, എല്ലാം തെറ്റ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞ കണക്ക് ചെറുകിട ഒരു പത്രകാരനാണെങ്കിൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ അവരെങ്ങനെയാണ് അധികം ആളുകൾ കാണുന്നില്ല. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളൊരു പത്രം ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും അതിനെ നോക്കി പഠിക്കുന്ന ചില ആൾക്കാരെങ്കിലും കാണും, പുതിയ ആൾക്കാർ. അപ്പോൾ അവർ ഇത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിന് പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു തുടക്കം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പോസ്റ്റ്, നമ്മുടെ അച്യുതാനന്ദനെ എൻ്റെ ക്യാരക്ടർ ഒന്ന് അച്യുതാനന്ദനെ തൊഴുത് നിൽക്കുക, അതിൻ്റെ ആ റിയലിസ്റ്റിക് ഇത് നോക്കി. ഇതാണ് നമ്മുടെ ഈ കാർട്ടൂണിൻ്റെ കൈ വരയ്ക്കുന്ന സുഹൃത്ത് ചോദിച്ചതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണിത്. നമുക്കിനി ഇതിൻ്റെ വരയിലോട്ട്. അപ്പം വരച്ച് പഠിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കുന്നതാണ് നല്ലത്. എൻ്റെ പ്രാഥമിക ഇതെന്ന് പറഞ്ഞാൽ കൈയാണെങ്കിലും കാലാണെങ്കിലും നമ്മുടെ കയ്യുടെ തുടക്കം വണ്ണം കൂടുതലും, ഈ നമ്മുടെ കൈപ്പത്തിയുടെ ഭാഗത്ത് വണ്ണം കുറവുമാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് തെളിയോ കാണാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ് നമ്മുടെ കൈപ്പത്തിയിരിക്കുന്നത്, ഇങ്ങനെയല്ലേ കൈപ്പത്തിയിരിക്കുന്നത്. അപ്പോൾ തീരെ അറിയാൻ മേലാത്ത ആൾക്കാർ തുടക്കത്തിൽ നമുക്ക് ഈ ഒരു പോസ് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ആദ്യം വരയ്ക്കുക. ഇപ്പോൾ ഈ കൈ ചുരുട്ടി പിടിക്കുന്നത് നമ്മൾ വരയ്ക്കണമെങ്കിൽ ഇത് ഇവിടെ നമ്മുടെ കൈ മറ്റേ തള്ളവിരൽ ഇങ്ങനെ വരച്ച് ചേർക്കാം. അഹം വേണമെങ്കിൽ ഇങ്ങനെയും വരച്ച് ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഭാഗമാണ് നമുക്ക് കൈവിരൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ വളച്ച് വെച്ച കൈവിരലായി. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്കൊരു പത്തലോ അല്ലെങ്കിൽ ഒരു വടിയോ എന്തെങ്കിലും പിടിപ്പിക്കാം. കണ്ടോ, ഒരു വടി ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് കൈ പിടിച്ചതായിട്ട് ഫീൽ ചെയ്യും. ഇത് തന്നെ നമ്മൾ ഇങ്ങനെയാണ് കൈ ഇതിൻ്റെ വരച്ചത്. ഇതേ കൈ തന്നെ നമുക്ക് വിരൽ ചൂണ്ടിപ്പിടിച്ച് ആരുടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിരൽ നീട്ടാം, ചൂണ്ടുവിരൽ. ബാക്കിയുള്ളത് നമുക്കിവിടെ മടക്കി വെക്കാം. കണ്ടോ? അപ്പോൾ ഇത് ഇവിടെ ഒരു വെട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കൈയുടെ ആ ചുളിവ് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഈ കൈയുടെ നഖമൊന്നും വേണമെന്നില്ല, കാർട്ടൂണിനകത്ത് അത്ര സൂക്ഷ്മതയൊന്നും വേണ്ട. എന്നാലും ഈ തള്ളവിരലിൽ ഒരു നഖം വരയ്ക്കുന്നത് നല്ലതാണ്. അതായത് അത് ശരിക്കും എടുത്ത് കാണുന്നതാണ്. ഇനി ഇതേ കൈ തന്നെ, ഇപ്പം ഞാൻ വരച്ച കൈ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഇതിപ്പോൾ ഈ അകത്ത ഭാഗത്താണ്, ഈ കൈയുടെ അകത്ത ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പുറത്തെ ഭാഗത്താണെങ്കിൽ നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ മടങ്ങി അതിനകത്തേക്ക് ഇരിക്കുക. ഇവിടെ നമുക്ക് കൈ ഇങ്ങനെ നീട്ടി വെക്കാം. ബാക്കി ഇവിടെ ആ വിരലിൻ്റെ ആ ഒരു ചുളിവ് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഒരു 2-3 ചുളിവും കൂടെ കൊടുത്താൽ കറക്റ്റ് ഇതായി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മറ്റേ വടി പിടിച്ചിരിക്കുന്നില്ലേ, ആ വടി പിടിച്ചിരിക്കുന്നത് കൈയുടെ ഇപ്പുറത്തുനിന്നുണ്ട് നമ്മൾ കാണുന്നതെങ്കിൽ
ഇങ്ങനെ നമ്മൾ പറഞ്ഞ കണക്ക് കൈ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലൈൻ ഇരിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെയാണ് സാധാരണ കാർട്ടൂണിനകത്ത് നമ്മൾ കൈ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചുളിവ് വെക്കുന്നത് നല്ലത്. അതായത് ആ മറ്റേ വിരലിൻ്റെ ഇത് മണിക്കെട്ടിൻ്റെ ഭാഗം ഒക്കെ കാണും. എന്നിട്ട് ഇവിടെ ആ കൈ കൊടുത്താൽ മതി. അപ്പോൾ കൈ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി കുറച്ചുകൂടെ എക്സ്ട്രാജുലേഷൻ വേണമെങ്കിൽ നമുക്ക് ആ വിരലിൻ്റെ ഒരു തുമ്പ് കുറച്ചുകൂടെ നീട്ടി കൊടുക്കുക. അപ്പോൾ ശരിക്കും കൈ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ വരും. കണ്ടോ? ഇനി ഇതേ തന്നെ മറ്റേ വേറൊരു പോസ്റ്റിൽ നമ്മളിത് ഇങ്ങനെ കൈ വരച്ചു. അതിൻ്റെ ഇങ്ങനെ വെക്കുന്ന കയ്യ ഇങ്ങനെ. ആ കൈയുടെ ആ നടുക്കലത്തെ ഭാഗത്തെ ആ ചുളിവാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഇത് അതിൻ്റെ ഇപ്പുറത്തെ ചുളിവ്. ഇവിടെ ഇത് കൈയുടെ ഒരു പാതി ഭാഗം. ഇത് ബാക്കി ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ കൈ മലർത്തി ചില ഇതിനകത്ത് സംസാരിക്കേണ്ടി വരും. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ തള്ളവരൽ ഈ മറ്റേ നഖം കൊടുക്കാം ഇങ്ങനെ. പിന്നെ മറ്റേ നമ്മൾ പത്രമൊക്കെ പിടിക്കുന്നത്, നമ്മൾ സാധാരണ കാർട്ടൂണിനകത്ത് പത്രം പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കൈയാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് പത്രമോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും പിടിക്കാനായിട്ട് ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കണക്ക് ഇവിടെ വേണമെങ്കിൽ തള്ളവിരൽ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കാം. അപ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. പിന്നെ ഇനി ഏത് പോസാണ് ഇനി നമ്മളിപ്പം ഒരു വടിയെടുത്ത് മറ്റേ നമ്മൾ ഈ മറ്റേ വെയിറ്റൊക്കെ പൊക്കുന്നതിനകത്ത് ഇങ്ങനത്തെ ഒരു ഇതില്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കൈ പിടിക്കണമെങ്കിൽ ഇങ്ങനെ കൈ വന്നിട്ട് നമ്മൾ എപ്പോഴും നോക്കിക്കണം. നമ്മൾ ഈ ഒരേ ലെവലല്ല, നമ്മൾ ഈ താഴെ കൈപ്പത്തിയോട് ചേരുന്ന ഭാഗത്ത് കൈക്ക് ഇത് വണ്ണം കുറയും. ഇങ്ങനെ വെച്ച് മുറുകെ പിടിച്ചിരിക്കുക. ഈ സൈഡിലാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കൈ പിടിക്കും. ഇവിടെ ആ വെയിറ്റ് ഇത് ഇവിടെ ഇങ്ങനെ വന്നാൽ മതി. ഉണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ഇപ്പുറത്തെ ഈ സൈഡിലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റേ ഇത് ആ ചുളിവാണ്. അപ്പം ഇങ്ങനെ വന്നാൽ ഇവിടെ മറ്റേ കൈ വരയ്ക്കുമ്പോൾ ഇനി ഈ തൊഴാൻ പോകുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ. ഇങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഏത് പോസാണ് ചെയ്യുന്നെങ്കിലും നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കണം. നമ്മൾ ഈ അവസരത്തിൽ നമ്മളെങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ നിൽക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇത് ഒരു കൈ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗം കൊണ്ടുവന്നാൽ മതി. മറ്റേ കൈയുടെ ഈ ബാക്കി ഭാഗം മറഞ്ഞിരിക്കുക ഇവിടെ ഈ ബോഡി കൊണ്ട്. കണ്ടേ? അപ്പോൾ ഇനി നമ്മൾ മറ്റേ കസേരയിലൊക്കെ ഇരിക്കുന്ന പോസാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇത് തള്ളവിരൽ, ഇത് ബാക്കി വിരലുകൾ. ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ കസേരയുടെ കയ്യാന്നിരിക്കട്ടെ. കണ്ട? അതുപോലെ ഇപ്പുറത്തെ കൈയും നമ്മളിങ്ങനെ ഇതിൻ്റെ ഔട്ടർ ആദ്യം വരച്ചാൽ മതി. വിരലിൻ്റെ ഔട്ടർ അങ്ങ് ആദ്യം വരയ്ക്കുക. അതിൻ്റെ അകത്തൂടെ നമ്മൾ മറ്റേ വിരൽ വരയ്ക്കുക. ഇപ്പുറത്തെ തള്ളവിരൽ കാണണമെന്നില്ല. ഇങ്ങനെ ഈ കൈക്ക് തള്ളവിരൽ വേണമെന്നില്ല. പിന്നെ ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മളെ മറ്റേ കൈയുടെ ഒരു ഇത്.
പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഓടുന്ന സമയത്ത് കൈ വിടർത്തിയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൈയുടെ മറ്റേ ഷേപ്പ് ഇതാണ്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരയ്ക്കുക. അതെ, എന്നിട്ട് ഇവിടെ നിന്ന് 1 വിരൽ, 2 വിരൽ, 3 വിരൽ, 4 വിരൽ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കൈ വിടർത്തി പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്. പിന്നെ ചില പോസുകളിൽ നമ്മൾ ചില ഇനത്തെ കസേരയിലിരിക്കും കണ്ട കണക്ക് നമ്മൾ ഇപ്പോഴത്തെ ഇങ്ങനെ ഈ 2 കൈയും കൂട്ടി വെച്ച് നമ്മൾ താടിക്കൊക്കെ കൈ കൊടുത്ത് ചിലപ്പോൾ ഇരിക്കും. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വിരൽ വന്നു, മറ്റേ വിരൽ ഇങ്ങനെ വന്നു, മറ്റേ വിരൽ ഇവിടെ വന്നു, മറ്റേ വിരൽ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഈ മറ്റേ താടിക്കൊക്കെ കൈ കൊടുത്തുകൊണ്ടിരിക്കത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആകും. അപ്പോൾ ഇത് മറ്റേ കയ്യുടെ ഇത്രയും മതിയാവുമെന്ന് കരുതുന്നു. അതേപോലെ ഇനി പ്രധാനപ്പെട്ടത് കാലാണ്. കാലിനും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ കാലിൻ്റെ തുടക്കം വണ്ണം കൂടിയിട്ടും താഴെ ഭാഗം വണ്ണം കുറഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് കാലിൻ്റെ താഴെ ഇരിക്കുന്നത്. എന്നിട്ട് ഈ കാലിൻ്റെ മൊത്തം ഭാഗം നമ്മളിങ്ങനെ ഒന്ന് വരയ്ക്കുക. അതായത് ഈ കാണുന്നില്ല ശരിക്കും. അതായത് ഇങ്ങനെ കാലിൻ്റെ ഒരു കാൽപ്പത്തി വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ടാമത്തെ ലൈനിച്ച് കുറച്ച് നീളം കൂട്ടണം. മനസ്സിലായി? ഇത് ഇവിടം വരെ ഉള്ളൂ, ഇത് ഇവിടം വരെ ഉള്ളൂ. എന്നിട്ട് ഇത് ഒരു റൗണ്ട് നമ്മളിങ്ങനെ സങ്കല്പത്തിൽ കണക്കാക്കണം. അതായത് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെയാണ്. ഇങ്ങനെ കണക്കാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ കാലിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ വിരൽ വരച്ച് ചേർത്താൽ മതി. ഇവിടെ തള്ളവിരൽ, ബാക്കി വിരലുകൾ ഇങ്ങനെ വരച്ച് ചേർത്താൽ മതി. ഇവിടെ ഒരു എല്ലിൻ്റെ ഒരു ഇതുണ്ട്, നമ്മൾ കാലിൻ്റെ മുട്ടിന് ഇങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ ഇത് ശരിക്കും ഒരു പെർസ്പെക്റ്റീവിൽ ഒരു തറയിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ താഴെ നിൽക്കണം എന്ന് ഉറപ്പായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റേ കാലിൽ നിന്ന് വെച്ചാൽ ഈ കാല് ഇങ്ങനെ വന്ന് അതും ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഒരു തിക്നെസ് ഉണ്ട് നമ്മുടെ കാലിന്. അത് നമ്മളിങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അതിന് ഇത്രേ കാണത്തുള്ളൂ. ബാക്കി വിരലുകൾ അപ്പുറത്തെ സൈഡില്ല. കണ്ടോ? അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കാലിൻ്റെ ഈ തിക്നെസ് നമ്മളിങ്ങനെ മനസ്സിലൊന്ന് വരച്ച് നോക്കണം ഇങ്ങനെ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഇത് നടക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സൂചി കണക്ക് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആരെങ്കിലും നടക്കുമോ? നമ്മുടെ കാലിൻ്റെ ആ പെരുവിരലെ കുത്തി നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് റോങ്ങാണ്. അപ്പം നമ്മൾ നടക്കുന്ന പോസ് വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ ഭാഗമെങ്കിലും ഇങ്ങനെ ഭൂമിയിൽ ചവിട്ടി ഒരു കുതിപ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കണം. ഇവിടെ ഇങ്ങനെ നമുക്ക് ഭൂമിയെ ചവിട്ടണം. എന്നിട്ട് നമുക്ക് മറ്റേ കാല് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുതിച്ച് ചാടുന്ന കണക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം വരച്ചാണ്. എന്നാൽ ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു കാല്, മറ്റേ കാല് ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് റോങ്ങാണ്, ഇതാണ് ശരി. അപ്പം ഏകദേശമൊക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് വിശദീകരിച്ച് തരാം. ഈ ക്ലാസ്സിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.